നമസ്കാരം. ചിരിയുടെ പുതിയ രസക്കൂട്ടുമായി കോമഡി മസാലയുടെ ഒരു പുത്തൻ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ഇന്നിവിടെ അതിഥികളായി എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനെ ആദ്യം തന്നെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രിയങ്കരായ രണ്ട് താരങ്ങൾ നെൽസൺ ശൂരനാടൻ, ബിനു അടിമാൽ. സോ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മള് തകർക്കുമല്ലേ? പിന്നെ എപ്പോഴും നമ്മൾ തകർക്കുവാണ്, ഇന്നും നമ്മൾ തകർക്കും. വേറെ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങളല്ലേ? എനിക്ക് എല്ലാപ്പോഴും നല്ല വിശേഷങ്ങളാണ്. നല്ല വിശേഷം. ഈ മുടി ഇവിടെ ഇച്ചിരി വെട്ടാനുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ അല്ല, അതെങ്ങനെ ഇതിങ്ങനെ ആക്കി? എന്ത് കട്ടാ ഇത്? മഷ്റൂം കട്ടോ? അങ്ങനെ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. നമ്മള് ഇഷ്ടത്തിന് അവനെ കിട്ടും. ഈ രണ്ട് സൈഡ് വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് പേഴ്സ് എടുത്തില്ലല്ലോ. അളിയൻ പേഴ്സ് എടുക്കാറേ ഇല്ല. ഞാൻ പേഴ്സ് എടുക്കാറില്ല. ഒരു സൈഡും വെട്ടിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഫ്രഷ് ന്യൂ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. രണ്ടുപേർക്കും സീറ്റുകളിലേക്ക് സ്വാഗതം. താങ്ക് യു. അടുത്തതായിട്ട് ഈ വേദി കൈയടക്കാൻ പോകുന്നത് ടീം കോമഡി മേക്കേഴ്സ് ആണ്. അവരെത്തുന്നത് ഒരു തകർപ്പൻ സ്കിറ്റുമായി. എടാ പ്രാന്ത, ഇവിടെ ഒന്നും ആയില്ലായിരുന്നു. കട്ടം പൊക്കാണ്. ഇവിടെ ബാക്കിയുള്ള വിറച്ച് നിൽക്കും. ഇച്ചിരി കഴിഞ്ഞിട്ട് പൊക്കിയാൽ മതി. ഇത്ര ധൃതി എന്നാ? കട്ടം പൊക്കാൻ നിനക്ക് ഇത്ര ധൃതി എന്നാന്ന്? നീ ഒന്നൊരു സംഭവം കാണിച്ചു കേട്ടോ. ഓടിയോ എന്നാ? എന്തോരം ആൾക്കാരാ നോക്കി. എടാ നീയോ കണ്ട് ബാക്കിയുള്ളവരെക്കൂടെ കാണിച്ചെന്തിനാ പേടിപ്പിക്കുന്നേ? ഞാനിവിടെ വിറച്ച് നിൽക്കുമോ അറിയാവോ? അല്ലെന്നേ. എന്റെ അപ്പച്ചിയും മോളും. അപ്പച്ചിയുടെ മോളോ? അപ്പച്ചിയുടെ മോള്. ഓ, നിന്റെ അപ്പച്ചിയുടെ മോളാണെങ്കിൽ കാണാൻ കൊള്ളത്തില്ലായിരിക്കും. അതുകൊണ്ട് ഏതായാലും കണ്ടേക്കാം. ആ പച്ച ചുരിദാർ. ഏത് പച്ച ചുരിദാർ ആയിരിക്കുന്നോ? നിന്റെ അപ്പച്ചിയുടെ മോളോ? എന്നിട്ട് നിന്നെ അവരെയും കൂടെ കണ്ടിട്ട് അലുവായും മീൻചാറും പോലെ ഉണ്ടല്ലോടാ. അപ്പൊ നിന്റെ അപ്പച്ചിയുടെ മോളെന്ന് പറയുമ്പോ നിന്റെ അമ്മയുടെ ഇങ്ങോന്നേ കളിച്ചോണ്ട് നിൽക്കല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മറ്റു ബാലെ ട്രൂപ്പുകാർ കാണിക്കുന്നതിലൂടെ CD ഇട്ടിട്ട് നമ്മൾ വായനക്ക് കളിക്കുന്ന ബാലയല്ല. പരിപാടി പിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ലൈവ് ബാലയാ കളിക്കുന്നത്. ഞങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലെന്ന്. ഞാൻ തകർക്കുമല്ലോ. നീ തകർക്കും. ഫൈനൽ റിഹേഴ്സലിനെ ഇവന്റെ ആക്ഷൻ കണ്ടിട്ട് ആൾക്കാരെല്ലാം കുടുകൂടാൻ ചിരിക്കുമായിരുന്നു. അടിപൊളി. കോമഡി ഡയലോഗ് കേട്ടാ പിന്നെ ആൾക്കാർ ചിരിക്കത്തില്ല. കോമഡി ഡയലോഗ് കേട്ടിട്ടില്ല. ഇവൻ ഡയലോഗ് എല്ലാം തെറ്റിച്ച് അവിടെ കിടന്ന മെഴുകുന്ന കണ്ടിട്ട് ആൾക്കാർ ചിരിക്കുമായിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ. അത് പിന്നെ അങ്ങനല്ല, നീയും കണക്കാ. നിന്നോടാ പറഞ്ഞേ. അത് ശരി. മുതൽ ട്രൂപ്പിന്റെ ഓണർ എന്ന നിലയിലാണ് ഞങ്ങൾ ഉപദേശിച്ചെങ്കിൽ ഞങ്ങൾ ഓക്കെ. അല്ലാതെ ഒരു കലാകാരൻ എന്ന നിലയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കില്ല. അങ്ങനെ സംസാരിക്കുന്നേ. ആശാൻ ചെയ്യുന്ന ഇപ്പോഴത്തെ ഈ വേഷം നമ്മുടെ മറ്റേ സുഖമാണല്ലോ ചെയ്തിരുന്നേ. ജവാൻ സുഖു. അവൻ 2 അടിക്കുമെന്നും പറഞ്ഞാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞു വിട്ടത്. എത്രണ്ണം അടിക്കുമെന്നാ പറഞ്ഞേ? 2 എന്ന് പറഞ്ഞാ 2 ഫുള്ള്. 2 ഫുള്ള് അടിച്ചിട്ട് അവന് ഇവിടെ ഇതൊരു കോക്കാമ്പേച്ച് കാണിക്കുന്നുണ്ടല്ലേ? ഞാൻ പറഞ്ഞു വിട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവൻ ഈ ഫുള്ളും അടിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഞാനൊരു മുതലാളിയാ. നിങ്ങൾക്ക് ഈ പൈസ കാണിച്ചത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പൈസ മേടിച്ചോണ്ട് പോയാൽ മതി. ഞാനേ മണലാരണത്തിൽ കിടന്ന് കഷ്ടപ്പെടെ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട പൈസ കൊണ്ട് ഉണ്ടാക്കിയ സാധനം അറിയാവോ? അതുകൊണ്ട് ഞാൻ 2 ദിവസം കൊണ്ട് ഇത് മുഴുവൻ പഠിച്ചിട്ട് ഞാൻ ധൈര്യപൂർവ്വം സ്റ്റേജിൽ കയറുക. എന്റെ അമ്പലത്തിലെ പരിപാടി ചെയ്ത്. ഈ അമ്പലത്തിലെ പരിപാടി, ആശാന്റെ അമ്പലത്തിലെ പരിപാടി, ആശാന്റെ വീട്, ആശാന്റെ നാട്ടുകാർ, ആശാന്റെ കമ്മിറ്റിക്കാർ. അപ്പൊ പിന്നെ തെറ്റാലും തെറ്റാലും ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ കമ്മിറ്റിക്കാർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. പരിപാടി പൊളിച്ചു കഴിഞ്ഞാൽ നമ്മളെ അവിടെ എല്ലാവരും കൂടെ മുട്ടയെ കൊണ്ടിരുത്തിയിട്ട് നാക്കെ ഒരു ശൂലം കെട്ടുന്ന ഒരു ഏർപ്പാടുണ്ട് ഇവിടെ. അവിടെ ഉണ്ട്. മിണ്ടായിരിക്കുമായിരുന്നു. അങ്ങനെ ഇന്ന് കുറെ കമ്മിറ്റിക്കാരുടെ കുറെ ശൂലം വേസ്റ്റ് ആവും, ചെലവാകുമല്ലേ. നിന്റെ കരിനാക്ക് വളച്ചതൊന്നും പറയാതിരിക്കാവോ? ഒരു ആശാനൊരു കാര്യം പറഞ്ഞേക്കണം. എന്റെ നാക്കൊരു ഇച്ചിരി കറുത്താന്ന് വിചാരിച്ചു എന്നെ കരുനാക്കാന്ന് എപ്പോഴും വിളിച്ചേക്കണം. ഇവന്റെ വർത്താനം കേട്ടാ ബാക്കിയുള്ള മുഴുവൻ വെളുത്ത് തൊടുത്തിരിക്കുന്നതിന് കൂട്ടാ. നമുക്ക് പരിപാടി തുടങ്ങിയാലോ? പിന്നെ നമ്മുടെ അവന് ഈ പരിപാടിക്ക് വരുമെന്ന് എനിക്കൊരു സൂചന കിട്ടിയിട്ടുണ്ട്. അതാ ഞാൻ പറയാൻ വേണ്ടി വന്ന. സുഖം ഇവിടെ പരിപാടി കാണാൻ വേണ്ടി വരും. നമ്മളൊന്നും നോക്കരുത്, അടിച്ചു പൊളിച്ചേക്കണം. ഒരു കാര്യം ചെയ്യ്, അവൻ ഈ പരിസരത്ത് അടുപ്പിച്ചേക്കണം. നീ അങ്ങ് നോക്കിക്കോണം. പിന്നെ പരിസരത്ത് അടുപ്പിച്ചേക്കരുത് പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ ഭാര്യയാണല്ലോ ഇതിനകത്ത് പ്രധാന വേഷം ചെയ്യണം. ഭാര്യ. അത് ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് അവനെ ചമ്മിപ്പിക്കാം. അങ്ങനെ അവൻ വരുന്നതിന് നമുക്ക് ബാബുക്ക് ബാല കളിച്ചിട്ട് പോകാം. അതാ നല്ലത്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് അനൗൺസ് ചെയ്തോ, പെട്ടെന്ന് തുടങ്ങി. അവൻ വരുന്നതിന് മുമ്പ് ബാല തീർക്കണം. പെട്ടെന്നായിക്കോട്ടെ. പ്രിയ കലാസ്നേഹികളെ, കിങ്ങിണി തിയേറ്റേഴ്സിന്റെ പുണ്യ പുണാര കറക്റ്റായിട്ട് പറ. പുണ്യ പുരാണ നൃത്ത നാടകം ദേവാസുര യുദ്ധം. ദേവപുരം രാജ്യം വാഴും രാജമൗലി കീരവാണി മഹാരാജാവ് എഴുന്നള്ളുന്നേ.
ദേവപുരം രാജ്യത്തെ പ്രജകളെ, എന്തോ നിന്നോട് ആരാ വിളി കേൾക്കാൻ പറഞ്ഞേ? ഞാനൊരു രാജ്യത്തെ പറഞ്ഞില്ലേ? ദേവപുരം രാജ്യത്തെ പ്രജകളെ, നാമും നമ്മുടെ രാജ്യവും ഇന്ന് കൊടിയ പട്ടിണിയിലാണ്. പൊറോട്ട സാമ്പാർ കഴിക്കട്ടെ നന്നാരേ പറഞ്ഞതാ. പടാ, പടാ, നമ്മുടെ അയൽ രാജ്യത്തെ രാജാവായ കാലകയൻ നമ്മെ ആക്രമിക്കാൻ വരുന്നു എന്നൊരു രഹസ്യ വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതുകൊണ്ടെന്നാ? നാം ഏവരും നാം ഏവരും ജാരകൂകരായിരിക്കണം. ജാരകൂകരായിരിക്കണം. നമ്മളെല്ലാവരും സൂക്ഷിച്ചിരിക്കണം. മഹാരാജൻ, ഇത് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് നമുക്ക് 1 മാസത്തെ ലീവില് അനുവദിക്കണം. പടാ, എല്ലാവരും ഓടിപ്പോകുകയാണല്ലേ ഭയന്ന്. നമുക്കാരെയും ഭയമില്ല. വർഷങ്ങളുടെ തപസ് കൊണ്ട് നാം നേടിയെടുത്ത വജ്രായുധം കൊണ്ട് കാലകയനെ ഞാൻ ഇന്ന് ഭസ്മമാക്കും. തെറ്റിക്കല്ല് ഫസ്റ്റ് കളിയാ. വർഷങ്ങളുടെ തപസ് കൊണ്ട് നാം നേടിയെടുത്ത വജ്രായുധം കൊണ്ട് കാലകയനെ ഞാൻ ഇന്ന് ഭസ്മമാക്കും. എന്നെ മനസ്സിലായോ? ഞാൻ സുഖു, ജവാൻ സുഖു എന്ന് പറയും. നിങ്ങൾ ഓർക്കും ഞാൻ മിലിറ്ററിയിലായതുകൊണ്ടാണ് എന്നെ ജവാൻ സുഖു നല്ല കേട്ടോ. ഞാൻ എൻ്റെ സ്ഥിരസ്ഥാനം ജവാൻ ആയതുകൊണ്ടാണ്. ഈ തുക്കണാച്ചി ബാലയിൽ ഈ മരപ്പെട്ടി കളിക്കുന്ന രാജാവിൻ്റെ വേഷം ചെയ്തുകൊണ്ടിരുന്നവനാണ് ഞാൻ. 2 കഴിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ പുല്ലന്മാരിൽ എന്നെ ബാലയെന്ന് പറഞ്ഞു വിട്ടു. അറിയാവോ? പിന്നെ ഇതിനകത്ത് ബാലയ്ക്കകത്ത് മെയിൻ വേഷം ചെയ്യുന്ന ആരാന്നറിയോ? നിങ്ങൾക്കറിയാം ആരാ ചെയ്യുന്നത്? എൻ്റെ ഭാര്യ അമ്മണി. എന്നെ പറഞ്ഞു വിട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന്. അന്നേരം അവള് പറയാ, അവന്മാർ പറയാ 50,000 രൂപ അവർക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെന്ന്. അത് മുതലാക്കാതെ വിടത്തില്ലെന്ന്. അവന്മാരും അത് മുതലാക്കിയിട്ട് വിട്ടാൽ മതി എന്ന് അവളും. എടി അമ്മണി, അവന്മാരെ 4 ബാലയൊന്നും നീ ഇതേ തന്ത പുല്ലേ കാണേ. മഹാരാജൻ, അങ്ങനെ മുഖം കാണിക്കുവാൻ വേണ്ടി നമ്മുടെ രാജഗുരു പരിയമ്പുറത്ത് വന്ന് നിൽക്കുന്നു. പരിയമ്പുറത്തോ? ബാലയ്ക്കത്ത് ഡയലോഗ് കേട്ടോ, പരിയമ്പുറന്ന്. ഭൂമുഖത്ത് വന്ന് നിൽക്കുന്നു മഹാരാജൻ. കടന്നു വരാൻ പറയൂ. പാട്ട് മാറി. ഇത് നമ്മുടെ ആശാരിപ്പറമ്പിൽ സത്യനല്ലേ? എടാ സത്യോ. രാജഗുരു, മഹാരാജൻ, രാജമൗലി കീരമാണി മഹാരാജാവ് നീണാൽ വാഴത്തൈ. വാഴത്തല്ലടാ, തെങ്ങൻ തൈ. വാഴട്ടെ. അങ്ങെന്താണ് നമ്മെ വിളിച്ചത്? ഗുരു, നാം ഇന്ന് അതീവ ദുഃഖിതനാണ്. എന്ത്? അങ്ങെന്താണ് എന്നോട് പറഞ്ഞത്? എടാ സത്യം, നിന്റെ ചെവിക്കാൻ തന്നെ കുരുവാണ്. അങ്ങേർക്ക് ഏതാണ്ട് വിഷമമുണ്ടെന്ന് അതെന്നെ നീ ചോദിക്കുക അല്ലേടാ? 14 ലോകവും കീഴടക്കി അങ്ങേക്ക് ദുഃഖമെന്നോ? എടാ എത്രയുടെ 27? 14. അതൊക്കെ അപ്പൊ 3 എത്ര? 30. എടാ കണക്കും കുണക്കും അറിയാതെ ബാല കളിക്കാം. സത്യം ഞാൻ അറിയോട്ടോ. മഹാരാജൻ, അന്യരാജ്യത്തെ പ്രജകൾ പലതും പറയും. അങ്ങെന്തിനാണ് വയലന്റ് ആകുന്നത്? അടങ്ങ് മഹാരാജൻ. അങ്ങെന്തിനാണ് നമ്മെ വിളിപ്പിച്ചത്? പറയും മഹാരാജൻ. ഞാൻ വിളിപ്പിച്ച മാരെ. ഗുരു, നാം ഇന്ന് അതീവ ദുഃഖിതനാണ് ഗുരു. എന്താണ് അങ്ങയുടെ ദുഃഖം? നമുക്കൊന്ന് താലോലിക്കാൻ, നമുക്കൊന്ന് ഓമനിക്കാൻ, നമ്മുടെ പമ്പരം നിലനിർത്താൻ, പമ്പരോ പരമ്പ് നിലനിർത്താൻ, പരമ്പ് ഇവനെന്നൊക്കെ പറഞ്ഞു. പരമ്പര നിലനിർത്താൻ ഒരു കുഞ്ഞിക്കാലില്ല ഗുരു, ഒരു കുഞ്ഞിക്കാലില്ല. മഹാരാജൻ, അതിന് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കളിച്ചാൽ പോരെ മഹാരാജൻ? ബാലക്കത്ത് ഡയലോഗൊക്കെ എന്നതാണോ ഗൈനക്കോളജി? നല്ലൊരു കൊട്ടാര വൈദ്യൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൊട്ടാര വൈദ്യനെ കാണിച്ചിട്ട് പ്രയോജനമില്ല ഗുരു. കൊട്ടാര വൈദ്യൻ പറഞ്ഞു നമുക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്. മഹാരാജൻ, എന്നാ പിന്നെ ഞാനൊന്ന് ശ്രമിച്ചാലോ? അതിനും എടുക്കാനാ സത്യം. അല്ല, മറ്റൊരു കൊട്ടാര വൈദ്യനെ കൊണ്ടുവന്നാലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മഹാരാജൻ. സാധ്യമല്ല ഗുരു. ലോകത്തുള്ള എല്ലാ കൊട്ടാര വൈദ്യന്മാരെ കാണിച്ചിട്ടും കൊട്ടാര വൈദ്യന്മാരെല്ലാം പറയുന്നു നമുക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്. എന്റെ ദൈവമേ, എന്നാ കല്ല് വെച്ച് നോണേടാ സരസ. എടാ ഞാൻ പിന്നെ ഇങ്ങോട്ട് നിന്റെ വീടിന്റെ വാതിക്കോടെ ഇങ്ങോട്ട് വന്നപ്പോ പിന്നെ വീട്ടിന്റെ മുറ്റത്തോടൊന്ന് കാക്കിരി പൂക്കിരി മൂക്കളെ എടുപ്പിച്ച് കിടക്കണ പിള്ളേരെ നീ കമ്പ്യൂട്ടറിന്ന് റൗണ്ട് എടുത്താടാ പുല്ല്. 10 പിള്ളേരെ തന്തയാ പറഞ്ഞിട്ടോ, അവന് പിള്ളേരുണ്ടാവത്തില്ല. മഹാരാജൻ,
അന്യരാജ്യത്തെ പ്രജകൾ പലതും പറയും മഹാരാജൻ. അങ്ങ് അടങ്ങ് മഹാരാജൻ, അങ്ങ് അടങ്ങ്. അല്ലെങ്കിൽ അവനെ വിട്, മഹാരാജൻ, ചെയ്യുന്നത് കാണട്ടെ. ഒരു പോംവഴിയുണ്ട്. എന്താണ് ഗുരു? നമ്മളൊരു ശബശി ചെയ്യാൻ പോവുക. ശബശി. തപസ്. അതെ മഹാരാജൻ, ആ ശബശിനുള്ള സമയമായി നമ്മൾ പോയിട്ട് വരട്ടെ. വിജയിച്ചു വരൂ ഗുരു. തപസ് ചെയ്ത് നമ്മെ അനുഗ്രഹിച്ചാൽ. നിനക്ക് തപസ് എന്ന് പറഞ്ഞാൽ എന്നാ സംഭവം എന്നറിയോ? 9 മണിക്ക് മുമ്പ് ബിവറേജ് അടിക്കാൻ മുമ്പ് സാധനം മേടിക്കാൻ പോണ സംഭവം അത്. എടാ സത്യ പോയിട്ട് വരുമ്പോൾ ഒരു 110 ഒരു ചെറിയ സാധനം മേടിക്കണേ കേട്ടോ. ഓക്കെ, അവൻ നമ്മുടെ പയ്യനാതെ. ദേവപുരം രാജ്യം വാഴും രാജമൗലി കീരവാണി മഹാരാജാവിന്റെ ഇത് കുറെ അന്യായമാ കേട്ടോ. ഈ പേര് നിങ്ങളുടെ മഹാറാണി എഴുന്നള്ളുന്നേ. നിങ്ങളുടെ പെണ്ണുമ്പിള്ള ഇങ്ങോട്ട് വരുന്നത്. ആ, ഈ എഴുന്നള്ളി വന്ന് നിൽക്കുന്നതാണ് എൻ്റെ ഭാര്യ അമ്മണി. ഈ നാടകത്തിൽ ഈ ബാലയല്ലേ ദേവസേന കേട്ടോ അമ്മച്ചി. റാണി, ഇത്രയും നേരം റാണി എവിടെയായിരുന്നു? ഞാൻ അന്തപുര ഉദ്യാനത്തിൽ മാനുകൾക്ക് തീറ്റി കൊടുക്കുകയായിരുന്നു പ്രഭു. എൻ്റെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ 2 ആടിന് 2 പ്ലാവന് പറിച്ച് കൊടുക്കാത്ത അന്തപുരത്തിന് പാലിനും മീനും പോടിയത് അവിടെ. റാണി, പ്രമാണം പ്രഭു. ആ പുല്ല് കൊടുത്ത് വിറ്റിട്ടാണ് ഈ ട്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത്. ഈ കറക്റ്റായിട്ട് ഡയലോഗ്. പ്രണാമം പ്രഭു. ആ, പ്രണാമം പ്രണാമം. റാണി, എന്താണ് റാണിയുടെ മുഖത്ത് ഒരു കുണ്ഠിത ഭാവം? ഞാൻ ആദ്യമായിട്ട് മുഖത്ത് അങ്ങനെ ഒരു ഭാവം കാണുന്നത്. റാണിയുടെ മുഖത്ത് എന്താണ് ഒരു വിഷമഭാവം? അയ്യോ, എന്താണ് റാണിയുടെ മുഖത്തൊരു വിഷമഭാവം? നമുക്കൊന്ന് ഓമനിക്കാൻ, ചേട്ടാ ഒന്ന് താലോലിക്കാൻ, മാറോട് ചേർത്തൊന്ന് പിടിക്കാൻ. എനിക്കൊരു കുഞ്ഞിക്കാലില്ല പ്രഭു. ശമ്പളോ കിട്ടത്തില്ല, ഇതെങ്കിലും ആട്ടെ. ഒരു കുഞ്ഞിക്കാലില്ല പ്രഭു. അമ്മണി, അതിന് ഇവന്റെ മുമ്പിൽ കിടന്ന് കുണുങ്ങിട്ട് കാര്യമില്ല. വെല്ലൊക്കെപ്പോഴും നീ അങ്ങ് വീട്ടിലേക്ക് വരണം. നമുക്ക് സഹിക്കാം റാണി, സഹിക്കാം. കാലം നീ സഹിക്കൂലല്ലോ, അവിടെ കിടന്ന് സുഖിക്കുമല്ലേടാ. നമുക്ക് സഹിക്കാം റാണി, സഹിക്കാം. റാണിയുടെ മുഖത്തെ ഈ വിഷമഭാവം കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയോ തോന്നുന്നു. അത് നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വെല്ലോന്റെ ഭാര്യ അടുത്ത് നിൽക്കുമ്പോ എല്ലാവർക്കും തോന്നുന്നു സുഖാണത് കേട്ടടാ. ഉള്ള സരസ നിന്റെ രാജൻ, എന്താണ് റാണി? കുട്ടികളില്ലാത്ത ദുഃഖം ഞാൻ മറക്കുന്നത് ആ മാൻപേടകളെ കാണുമ്പോഴാണ്. ഞാൻ ഉദ്യാനത്തിലേക്ക് പോയിക്കോട്ടെ പ്രഭു. റാണിക്ക് സന്തോഷം ഉദ്യാനത്തിലെ മാൻപേടകളോട് കളിക്കുന്നതാണെങ്കിൽ അങ്ങോട്ട് തന്നെ പൊക്കോളൂ. പക്ഷെ റാണി, പോകുന്ന വഴിക്ക് ആ സൈഡിൽ പീലി വിടർത്തിയാടുന്ന ചില മയിലുകളുണ്ട്, കൊത്താതെ സൂക്ഷിക്കണം. ശരി പ്രഭു. ഓ, കണ്ട മാനും മയിലും എല്ലാം കൂടെ അമ്മണിയിട്ട് കൊത്തോ ആവോ എനിക്കറിയാനും പാടില്ല. എടി പെണ്ണെ സൂക്ഷിച്ചോളൂ കേട്ടോ. മഹാരാജൻ, എന്താണ് നമ്മുടെ ശത്രുരാജാവായ കാലകയൻ നമ്മളോട് യുദ്ധം ചെയ്യാൻ വെല്ലുവിളിക്കുന്നു. ആരവിടെ? കുതിരപ്പടയും കാലാൾപ്പടയും ആനപ്പടയും ഒരുങ്ങട്ടെ. കാലകയനോട് യുദ്ധം പ്രഖ്യാപിക്കട്ടെ. 4, 3, 7 ഉണ്ട് വാലയ്ക്കകത്ത്. കാലാപ്പട കുതിരപ്പട പോടായിരുന്നു. പിന്നെ ഇല്ല മഹാരാജൻ, നമ്മുടെ സൈന്യത്തെ മുഴുവൻ അവൻ കൊന്നൊടുക്കി. എങ്കിൽ കാലകയനോട് വളർന്നു വരാൻ പറയൂ. എന്നോട് നേരിട്ട് യുദ്ധം ചെയ്യാം. വരാൻ പറയൂ. ഇത് തമ്പുരാനെ, നമ്മെ കണ്ട് ഭയക്കുന്നു. നോമിന്റെ അംഗബലം കാണിക്കട്ടെ. എന്റെ പൊന്നു സുഹൃത്തെ, അംഗബലം കാണണ്ട മതിയേ. നീ ആദ്യം തുണിയൊന്നും എടുത്തു കൊടുക്കടാ പുല്ലേ. എന്റെ അംഗബലം പിന്നെ ആരെടാ അവന്റെ കാലകയാ. ഓ, കാലകയാ, നിന്നോട് ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ. ചോദിക്ക്. നീ എന്തിനാണ് ഈ രാജ്യങ്ങൾ മുഴുവൻ ആക്രമിച്ച് സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം കൊന്നൊടുക്കി ധനം സമ്പാദിക്കുന്നത്? എന്തിനാണ് കാലകയാ? കാര്യം പറ. എന്റെ പ്രിയ സഹിക്ക് വേണ്ടി, അവൾക്ക് വേണ്ടി ഈ രാജ്യമൊക്കെ കീഴടക്കി അവളുടെ കാൽ കീഴിക്കൊണ്ട് വെച്ചതിന് ശേഷം മാത്രമേ നോം സമൃദ്ധനാകുകയുള്ളൂ. ഇതിനു വേണ്ടിയാണോ നീ യുദ്ധം ചെയ്യുന്നത്? അതിനുവേണ്ടി മാത്രമല്ല, അവൾക്ക് വേണ്ടി ആരെയും ഞാൻ കൊല്ലും, തിന്നും. തിന്നും. എടാ കാല, നിന്റെ പെണ്ണുമ്പോൾ അവിടെ ഒരു ബംഗാളി ഉണ്ടായിരുന്നു. അവന്റെ സൈക്കിളെ കയറി അങ്ങ് പോയിട്ടുണ്ട്. ഇപ്പൊ ചെല്ലുവാണ് അവിടെ ഇട്ട് പിടിക്കുക, അല്ലെങ്കിൽ നീ ബംഗാളിൽ ഇട്ട് പിടിക്കേണ്ടി വരും. നമ്മളോട് യുദ്ധം ചെയ്യാൻ തയ്യാറാകൂ.
ആദ്യം എന്റെ പെണ്ണുമ്പിളെ പിടിക്കട്ടെ. അവനും പോയി. ആരെവിടെ? ഞാൻ ചുമ്മാ പറഞ്ഞത് അവനത് കേട്ടിട്ട് വിട്ടുപോയതുകൊണ്ടോ അവിടെ നടന്ന് മഹാരാജൻ, എന്താണ് ഗുരു? ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ ശവശിനിടയിൽ നമ്മുടെ ജ്ഞാനദൃഷ്ടിയിൽ ഒരു സംഭവം തെളിഞ്ഞു വന്നു. എന്താണ് ഗുരു? അങ്ങ് ഒരു അച്ഛനാകാൻ പോകുന്നു എന്ന്. കൊട്ടാരം മുഴുവൻ സന്തോഷത്തിൽ താറാടട്ടെ, വാദ്യമേളങ്ങൾ മുഴുകട്ടെ. ആട്ടെ ഗുരു, ആരാ കൊട്ടാരത്തിൽ ഗർഭിണിയായത്? മറ്റാരുമല്ല, അങ്ങയുടെ ഭാര്യ ദേവസേന. നല്ലൊരു സന്തോഷ വാർത്ത കേട്ടിട്ട് അങ്ങ് എന്തിനാണ് മോങ്ങുന്നത്? ഞാൻ ചിരിക്കുമായിരുന്നു. ആ പട്ടിയാ മിണ്ടണ്ട, ഡയലോഗ് തുറന്നു. പറഞ്ഞു തീർന്നില്ല. അതെ, അങ്ങയുടെ പത്നി ദേവസേന വരുന്നുണ്ടല്ലോ. റാണി, നാം ഈ കേട്ടത് സത്യമാണോ? അങ്ങ് എന്താണ് കേട്ടത്? നാം ഒരു പിതാവാകാൻ പോകുന്നു എന്നുള്ള നഗ്ന സത്യം. ഞാനൊരു പിതാവാകാൻ പോകുന്നു റാണി. പരമാർത്ഥം. അങ്ങയുടെ ഉണ്ണി എന്റെ ഉദരത്തിൽ വളരുന്നു. കൺഫോമായി അവള് പറയണോ? സ്നേഹികളെ, നിങ്ങൾക്കും ഞങ്ങൾക്കും 5 മിനിറ്റ് വിശ്രമം. അവർക്ക് വിശ്രമം, നിങ്ങൾക്ക് വിശ്രമല്ല. എടി പുല്ല ഇങ്ങോട്ട് പറയടി. എന്താ മനുഷ്യ? നീ ഇങ്ങനെ അഴിഞ്ഞാടാനാണോടി വന്നതാ? നിന്നോട് ചോദിച്ച കടലടി, സത്യം പറയടി. നിങ്ങൾ എന്തോ ഈ പറയുന്നത്? അല്ല, ബാലയിലെ ഡയലോഗ് പറഞ്ഞതല്ലേ? ബാലയിലെ ഡെവലപ്പ് പറയും. അല്ലടി, നിങ്ങൾക്ക് എന്താ? പിന്നെ stupid. നിങ്ങളുടെ കയ്യിൽ നിന്ന് 50,000 രൂപ മേടിച്ചിട്ടാ ഞാനും പിള്ളേർ കഞ്ഞി കുടിക്കുന്നത്. നീ 50,000 രൂപ മേടിക്കും. നീ ചറയുന്ന എന്തിനാടി? ചറയുന്ന എന്തിനാ? ഞാൻ ചറയും. നിങ്ങളെല്ലാം നോക്കിയിരിക്കുന്നത് എന്നെ തല്ലിക്കൊല്ലുന്നത് കണ്ടില്ലേ? നിന്റെ ഭർത്താവായിട്ടല്ലേ ഞങ്ങളൊന്നും ചെയ്യാത്തത്? അതൊക്കെ അങ്ങ് വീട്ടില് നമ്മുടെ ബാലെ വിളിക്കാൻ വന്നിരിക്കുക. ആവശ്യത്തിനായില്ല പിന്നെ എന്നാ? ഇതെന്നാ സ്വഭാവം? ഇതെന്തിനാണെന്നറിയാമോ? ഇല്ല. നീ എന്റെ ഭാര്യയെ കുറിച്ച് കള്ളം പറഞ്ഞതിന്. ഇതെന്തിനാണെന്നറിയാമോ? ഞാൻ വൈകുന്നേരം പൈന്റ് പഠിക്കാൻ വെച്ചിരുന്ന 150 രൂപ എടുത്താണ് ഈ ഓട്ടോക്കാശിന് കൊടുത്തത്. അതിന് ആര് തരുവാണ്? നിങ്ങളുടെ ഈ മുടിച്ച കള്ളുകൂടിയ എല്ലാത്തിനും കാരണം. നിന്റെ കള്ളുകൂടി കാരണം നിന്റെ ബാലെന്ന് പറഞ്ഞു വിട്ടത്. പിന്നല്ലാതെ അവന് കള്ളു കുടിച്ച് ആകെ ഭാര കുളവാക്കാൻ വേണ്ടി വന്നേക്കുന്നു. ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയ ട്രൂപ്പ് നടത്തിക്കൊണ്ട് പോകുന്നത് നിനക്കൊന്നും അറിയത്തില്ല. സരസ ഒറ്റയടിക്ക് കിളി പറഞ്ഞു തോന്നിട്ടോ. എന്റെ കള്ളൂടിയാണ് ഇതിനെല്ലാം കാരണം എനിക്ക് മനസ്സിലായോ? മനസ്സിലായി. ഞാൻ എന്തുകൊണ്ട് കള്ളൂടി നിർത്തി? നീ കള്ളുകൂടി നിർത്തിയത് ഞാൻ പലപ്പം കേട്ടിട്ടുള്ള, എനിക്ക് വിശ്വാസമല്ല. സത്യം ചെയ്യണം. വിശ്വസിക്കണ്ട. അമ്മണി മോളെ നിനക്കും ഇല്ല. വിശ്വാസമായില്ല? ഇവളാണ് സത്യം. ഞങ്ങളുടെ ഇല്ല, പിള്ളേർ എന്റെ തല പൊട്ടിത്തെറിഞ്ഞു. അളിയാ നീ വേണ്ട, വേണ്ട, സത്യം അല്ല നിങ്ങളാണ് സത്യം. ഞാൻ കുടിക്കത്തില്ലെന്ന് ഉറപ്പാണോ? ഉറപ്പ്. ആശാനെ അങ്ങനെ ഉറപ്പ് പറഞ്ഞെങ്കിൽ ആ വേഷം ഇങ്ങനെ തന്നെ ചെയ്യട്ടെ. അതാവുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ എനിക്കും അതിനകത്ത് സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ ഈ കല്ലും ഡയലോഗും തെറ്റിച്ചിട്ട് ഞാൻ എന്തിനാ അടി മേടിച്ച് കിട്ടുന്നേ? ഇപ്പൊ തന്നെ നീ തെറ്റിക്കുക. ഇപ്പോഴും തെറ്റിച്ചു. അതുകൊണ്ടേ ഈ ഇന്റർവെൽ കഴിഞ്ഞുകൂടി നാം കളിക്കാം. അതിന് ശേഷമുള്ള ബാലെ നീ കളിച്ചു. അടുത്ത കളി മുതൽ അണ്ണൻ രാജാവ്. അപ്പൊ ഞാൻ രാജാവ്. ഞാൻ ഒരു കുഴപ്പമില്ല. ഞാനാടി രാജാവ്. നമുക്ക് പൊളിക്കണം ഇവിടെ. അപ്പൊ കള്ളുടിക്കരുത് കേട്ടോ. കള്ളുപിടിക്കരുത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ നിങ്ങൾ എന്നെ അവിടെ ചന്ന പിന്നെ ഒന്നിനെ തല്ലുന്നോലിട്ട് തല്ലിയില്ലേ? സാഹചര്യം കൊണ്ടാ. കമാക്കിമാന്ന് ഞാൻ ഒരു വാക്കുമുണ്ട് മങ്ങളെ. ഉണ്ടില്ല. ഫുൾ തല്ലി ഞാൻ മേടിച്ച് കെട്ടുമല്ലേ ഇത്? അങ്ങനെ പറ്റിപ്പോയി. ഇതിന്റെ ശരീരവേദന മാറാൻ വേണ്ടി ഇപ്പൊ 2 കഴിക്കുന്നതിന് കുഴപ്പമുണ്ട്. നീ എന്നെ മുഖ്യമന്ത്രിയാണോ? കിടക്ക് പുറത്ത് എന്ന് പറയാ. എടാ, ഈ സ്റ്റേജിൽ നിന്ന് വെളിയിൽ പോവാൻ നീ വേണ്ട. ഞങ്ങൾ ബാല എങ്ങനെയാലും കളിച്ചോളാം. ഞാൻ പിന്നെ സുഖം ഇവിടുന്ന് വെളിയിലേക്ക് പോകും. എങ്ങനെ പോവാ? എന്നാ പോകുമ്പോഴേ എന്റെ പെണ്ണുമ്പിള്ളയുടെ ഇടം കൈ ഈ സുഖന്റെ വലം കൈയിലുണ്ടും ഉണ്ടാവും. വാണിയും കൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, തന്ന 50,000 രൂപ അങ്ങ് പോട്ടെന്ന് വെക്കാം. 50,000 രൂപ അഡ്വാൻസ് തന്ന 50,000 രൂപ പോട്ടെന്ന് വെക്കാം. പക്ഷെ ഇന്റർവെൽ കൊടുത്തിട്ട് കട്ടൻ താത്തിരിക്കുക. ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ ബാലെ. 10-20 മിനിറ്റ് കൂടെ ഉള്ളൂ. അതുകൂടെ അവളെ കളിച്ചിട്ട് നീ കൊണ്ടുപോക്കോ, കുഴപ്പമില്ല. അമ്മ ഇങ്ങോട്ട് പറയുന്നേ. ഞാൻ വരത്തില്ല. ഇവിടെ വെക്കാൻ എന്താ അല്ല, അവളെ കൊണ്ടുപോയി ഞങ്ങൾ പിന്നെ ബാലകളെ നീ കളിക്കും. പോടായിരുന്നു. നീ ബാല എത്ര ദിവസം കൊണ്ടാ പഠിച്ചേ? 7 ദിവസം. നിനക്ക് ഈ ബാലയ്ക്കകത്ത് എത്ര മാസം ഗർഭമുണ്ട്? 7 മാസം. 7 മാസം. എടാ ഉവേ, 7 ദിവസം കൊണ്ട് ഒരു പെണ്ണിനെ 7 മാസം ഗർഭിണിയാക്കാൻ വിദഗ്ധനായ പുണ്യാളച്ചോ. നീ ഒരു കാര്യം ചെയ്യ്, 10 മിനിറ്റ് കൊണ്ട് ഒരു പെണ്ണിനെ തപ്പിയെടുത്ത് നീ അങ്ങ് കളിപ്പിക്കടാവേ. അല്ല പിന്നെ ഞാനും എന്റെ വിളിവിടെ പോകും. വാടി ഇവിടെ. അപ്പൊ ഇപ്പൊ ഒന്നുമില്ല. ശുഭം. സൂപ്പർ 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 രക്ഷ ഉണ്ടായിരുന്നില്ല.
സൂപ്പർ ആയിരുന്നു. ഇതുപോലെയുള്ള ചേട്ടന്മാർ ഇഷ്ടം പോലെ നാട്ടിൽ കാണാനും പറ്റും. ബാലയോ നാടകമോ ഒക്കെ നടക്കുമ്പോൾ നാട്ടുകാരുടെ ഇടയിൽ നിന്നിട്ട് കമന്ററി പറയുന്ന ആൾക്കാർ എല്ലായിടത്തും ഉള്ളതാണ്. നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു രക്ഷയില്ല, ചിരിച്ച് ചിരിച്ച് ഇടപാട് തീർന്നു പോയി. ലൂയിസ് അളിയാ, എന്തോ മലയാളം മിമിക്രി വേദിയിൽ അല്ലെങ്കിൽ കുടിയൻ കളിക്കുന്ന ആളാണോ? ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ഭയങ്കര പേടിയായിരുന്നു. ഓ ഇനി അളിയന് കുടീൻ്റെ വലിയ ആളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ കളിക്കുന്നത്? ഇനി അളിയൻ കളിക്കുന്ന പ്രസ്ഥാനത്തിൽ ഒരു കുടിയൻ്റെ ഐറ്റം സെറ്റ് ചെയ്ത് കളിക്കാം. ഓക്കേ. അടിച്ചു പൊളിച്ചു. കുടിയനായിരുന്നു. അതുപോലെ കൊറിയൻ ഒരു വിനോദ് തകർത്ത് ഗംഭീരം. ചേട്ടാ എനിക്കൊരു കാര്യമുണ്ട്. ഈ നല്ലത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ചിരി ഇവിടെ ഏറ്റവും കൂടുതൽ ഒച്ചത്തിൽ ചിരിച്ച് ഞാനാണ്. അതെ അതെ. ഞാൻ ആ പുണാര മുതൽ ഞാൻ ചിരിക്കാൻ തുടങ്ങിയത്. അതിന് അട്ടഹസിച്ച് തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ നിർത്തിയത് നിങ്ങളുടെ പ്രോഗ്രാം ഈ ശുഭം skit പറഞ്ഞപ്പോഴാണ്. ശുഭം വന്നപ്പോഴാണ് നിർത്തിയത്. അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും പറഞ്ഞാൽ പോരാ, അത്രയ്ക്ക് മനോഹരമായ സ്കിറ്റായിരുന്നു. അടിപൊളിയായിരുന്നു. സൂപ്പർ. വെരി ഗുഡ്. അപ്പോ നമ്മുടെ ഓഡിയൻസിനോട് ചോദിക്കാം, ഇന്നത്തെ ഈ പെർഫോമൻസിന് ഇവർക്ക് എത്ര സ്റ്റാർസ് ആണ് കൊടുക്കുന്നത്? ഓഡിയൻസ് എത്ര സ്റ്റാർസ്? 7 5-ഉം 9 4-ഉം ആണ്. രണ്ട് സ്റ്റാറിന്റെ വ്യത്യാസത്തിൽ നമ്മൾ 4 സ്റ്റാറിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അതൊരു കുറവുമല്ല, കാരണം ഇത്രയും പേര് 5 തന്നെ. ഒരു 5-നോട് അടുത്ത 4 സ്റ്റാർ ആണല്ലോ നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ് പെർഫോമൻസ്. അപ്പോ ഇവരുടെ സമ്മാനങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട് നെൽസൺ ചേട്ടനെയും ബിനി ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഹലോ ചേട്ടാ എന്താ കാര്യം? എന്ത് പറ്റി? ലോകത്തൊരാളിനോട് ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അറിയാവോ? എന്താ ചേട്ടാ? എന്നെ വഞ്ചിച്ചു, പറ്റിച്ചു, ചീറ്റിച്ചു. ഇല്ല, ചീറ്റിച്ചില്ല, ചീറ്റ് ചെയ്തു. ആര്? ആര്? ഞാനോ? അശ്വതിയാ? സത്യമാണോ? അല്ല. ഇത് മോശമല്ലേ? അത് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അല്ല, അങ്ങനെ ചെയ്തെങ്കിൽ മോശമാണ്. എനിക്ക് ഇയാളെ അറിയാനും കൂടെ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെ പിന്നെ ഒരാൾ ഇത്രയും ധൈര്യമായിട്ട് വന്ന് ഇവിടെ ഈ ഫ്ലോറിൽ വന്ന് ഇങ്ങനെ പറയൂ? അത് മാത്രമല്ലെന്ന്, മോഹനനോ കൃഷ്ണൻകുട്ടിയാണോ? അല്ലല്ല, രാധാകൃഷ്ണനായിരിക്കും. അല്ലെന്ന്, അതല്ലെന്ന്. ഞാൻ ഒന്ന് പറയട്ടെ, നിങ്ങളൊന്ന് അടക്കും, ഞാൻ ഒന്ന് പറയട്ടെ. മോഹനനോ ഈ ഒരു വാഗ്ദാനം കൊടുക്കുന്നു. മോഹന വാഗ്ദാനം പറ്റിച്ചു. ഇല്ലെന്ന്. പറ്റിച്ചു. സത്യമായിട്ടും ഇല്ല. ഇല്ല, അല്ലെങ്കിൽ പിന്നെ ആൾ ഇങ്ങനെ വന്ന് ഇവിടെ പറയത്തില്ല. പറയുമോ? എനിക്ക് ഭ്രാന്തുണ്ടോ? എനിക്ക് ഭ്രാന്തുണ്ടോ? കണ്ടിട്ട് ഭ്രാന്തൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ ഒരാളെ പറ്റിച്ചുള്ളൂ. പുള്ളി അങ്ങ് ദുബായിലുണ്ട്. പിന്നെന്താണ് ഇയാള് വന്നിങ്ങനെ ബഹളം വെക്കുന്ന കാര്യം? പറ. എന്താ വിഷയം? എന്താന്ന് പറ. അത് വളരെ മോശമായി പോയിട്ട്. ഇല്ല, സത്യമായിട്ടും ഇല്ല ബിനി ചേട്ടാ. നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടെ? ഞാൻ അങ്ങനെ ഒരാളെ പറ്റിക്കുന്ന ടൈപ്പാണോ? 10 മനുഷ്യരെ അറിയണ ആളല്ലേ അശ്വതി, ചാനലിലൂടെ ഒക്കെ. അങ്ങനെയുള്ള ഒരു വ്യക്തി അമ്മാവന്റെ പ്രായമുള്ള ആളെ പറ്റിക്കാൻ മോശമല്ലേ പോയി? അമ്മാവൻ ആരാ? അമ്മാവൻ ഈ അങ്കിളിന്റെ പ്രായമുള്ളവരെ പറ്റിച്ച മോശം. അങ്ങനെ ചെയ്യില്ല. അങ്ങോട്ട് വന്നോണ്ടല്ലേ, അപ്പൊ പിരിയമുടി ഞാൻ പിടിച്ചാൽ ഉറച്ചു കളയും കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം, അങ്കിളെന്ന് എന്നെ കയറി അങ്കിള്. പിന്നെ ചേട്ടാ വിളിക്കാം. ചേട്ടൻ എന്താ കാര്യം? പറ. കാര്യം എന്താന്നു? ഈ കുട്ടി ഒരു മുളക് പൊടിയുടെ പരസ്യത്തിൽ അഭിനയിച്ചില്ലേ? ഏത്? ചറപറ മുളക് പൊടി. ആ മുളക് പൊടി ഞാൻ വാങ്ങിച്ചു. ഉച്ചക്ക് കറി വെച്ച് കഴിക്കണം. അതല്ലെന്ന്, അതുപടി എന്നെ പറ്റിച്ചെന്ന്. എങ്ങനെ പറ്റിച്ചെന്ന്? ഞാൻ ഈ മുളക് പൊടി മേടിച്ചു, അതിന്റെ കവർ പൊട്ടിച്ചു. കവർ പൊട്ടിച്ചപ്പോ കാറടിച്ചു. നടുറോട്ടിൽ നിന്ന് കവർ പൊട്ടിച്ച് കണ്ണി പോയിട്ട് കാറടിച്ചതിന് ഈ കൊച്ചെന്നാ തെറ്റിയത്? ഞാൻ എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്താണ് കേൾക്കുന്നത്? കവർ പൊട്ടിച്ചപ്പോ കാറടിച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? കവർ പൊട്ടിച്ചപ്പോ കാറിടിച്ചെന്നാണോ പറഞ്ഞത്? പിന്നെ കവർ പൊട്ടിച്ചപ്പോൾ അതിനകത്ത് സ്ക്രാച്ച് ആൻഡ് വിന്ന് വഴി എനിക്ക് കാറടിച്ചു. അടിപൊളിയാ, നല്ല കാര്യല്ലേ? അത് ചതിയാണോ? അത് ചതിയല്ലേ? എങ്ങനെ ശരിയാവും? എന്നിട്ട് വലിയ ഫംഗ്ഷൻ ഒക്കെ നടത്തി എനിക്കൊരു താക്കോലും തന്നു. ഞാൻ വിചാരിച്ചു താക്കോല് കൊടുത്ത് കാണത്തില്ലെന്ന്. കൊടുത്തു. അത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ചടങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നു. താക്കോല് തന്നത് ഈ കുട്ടിയാണ്. അത് സന്തോഷിക്കല്ലേ വേണ്ടതിന്? കാർ താക്കോല് എങ്ങനെ സന്തോഷിക്കും? ഈ താക്കോല് വെച്ച് ഏത് കാർ തുറക്കാൻ പറ്റും? നിങ്ങളൊന്ന് പറ. ഇത് പറ്റിയില്ലല്ലേ? ചീറ്റിക്കലല്ലേ ഇത്? ചേട്ടാ, ഇത് ഡമ്മി തന്നതാണ്.
ഡെമ്മിയോ? ദേ കള്ളത്തരം പറയുന്നത് കേട്ടോ. ഈ കുട്ടിയാണ് എനിക്ക് തന്നത്. ഈ ഫോട്ടോ വരെ ഇരിപ്പുണ്ട്. കാറ് തരുന്ന ഈ താക്കോല് തരുന്ന ഫോട്ടോ എൻ്റെ ഇരിപ്പ്. എന്നിട്ട് പറയാം ഡെമ്മിയെ പിടിച്ചതിനിടയിൽ ഇടണ്ട കേട്ടോ. ചേട്ടാ അങ്ങനല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് തന്നാന്ന്. കണ്ടോ? തൽക്കാലം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് തന്നത്. ഒറിജിനൽ മറിച്ചു വിറ്റു. ഒറിജിനൽ മറിച്ചു വിറ്റിട്ട് എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് തന്ന്. ആരെങ്കിലും ഈ വിവരദോഷം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എന്റെ ചേട്ടാ, എന്നെ പറ്റിച്ചെന്ന് ഇതാണ് ഞാൻ പറഞ്ഞത്. ചേട്ടൻ ആരും പറ്റിച്ചിട്ടില്ല. പിന്നെ ചേട്ടൻ നിങ്ങളുടെ ഷോറൂമിൽ ചെന്നാൽ മതി, ചേട്ടന് കാറ് കിട്ടും. ഏത് ഇനി ഞാൻ ഷോറൂമിലോട്ട് ചെല്ലട്ടെ? അവരെന്നെ പിടിച്ചിട്ടിടിക്കാൻ. ഇത് താക്കോലും കൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറ്റീരുകാരനാണെന്നും പറഞ്ഞ് അവരെന്നെ ഇടിക്കത്തില്ലേ? തനിക്കറിയാവോ, ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. കുടുംബം നോക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. നിങ്ങൾ ഇതുവരെ സംസാരിച്ച് നമ്മളൊന്നും മിണ്ടില്ല. നിങ്ങളെ പോലെ നമ്മൾ കുടുംബം നോക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതെ, കുടുംബം നോക്കി ജീവിക്കുന്നവരാണ് ഞങ്ങൾ. മീൻ വെട്ടും പാത്രം കഴിവും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചേട്ടാ, ഞങ്ങൾ ഇവിടെ നിന്ന് ജോലിയാ ചെയ്യണേ. എന്താ ജോലി? ഞങ്ങൾ ജോലി ചെയ്യണേ. ചുമ്മാ കസേരയിൽ ഇരുന്ന് ചളുവ അടിക്കുന്നതാണോ ജോലി? ഇവിടെ ഒരു ഒറ്റ ഫോൺ കോൾ ഞാൻ ബംഗാളിലോട്ട് ചെയ്താലുണ്ടല്ലോ, ഒരു ലോറി ആൾക്കാർ ഇവിടെ വന്ന് നിരകം. അറിയാവോ എന്തിനാണ് നിങ്ങൾ കൈയും കാലും ഇല്ലാത്തവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് നിരക്കാൻ പോണത്? താക്കോല് കയറ്റി ഞാൻ കൊല്ലുന്നു. നിങ്ങൾ ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്നോ? പ്രശ്നമൊന്നും. അപ്പൊ നിങ്ങളെല്ലാം കൂടെ ഒത്തുചേർന്നുകൊണ്ട് മനഃപൂർവ്വം ചെയ്ത പരിപാടിയാണിത്. എല്ലാം കൂടെ ഒത്തു കളിച്ചിട്ട് പൂന്തോട്ടത്തിൽ വന്ന് പാത്തിരിക്കുക അല്ലേ? നിന്നെയൊക്കെ വണ്ട് കുത്തിച്ചാവും. പിന്നെ പൂവിനകത്ത് ഫ്ലൈറ്റ് വന്നിരിക്കോ? വണ്ട് വന്നു. ഒരുപാട് ആൾക്കാരെ ഇറക്കുന്നു പറഞ്ഞില്ലേ? പറഞ്ഞു. അത് ഏതെങ്കിലും കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, ഏതെങ്കിലും ഒരുത്തിനെങ്കിലും ഒരു കലാബോധമുള്ളവനായിരിക്കണം. നിങ്ങളെ പോലെ ആവരുത്. ആളുകളെ ആക്ഷേപിക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്താ? എന്റെ കുടുംബത്തെ പറ്റി നിങ്ങൾക്ക് അറിയാമോ? എന്താണ്? എന്റെ കഴിവുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് ഞാൻ. എന്റെ അച്ഛനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതെങ്ങനെ നിങ്ങളുടെ അച്ഛനെ പറ്റി ഞങ്ങൾ കേൾക്കുന്നത്? യേശുദാസാണോ? ബാഹുബലി വീശി എറിയുന്ന പോലെ എറിയാൻ കഴുത്ത് ഖഡ്ഗം ഞാൻ നിങ്ങൾ അച്ഛന്റെ കാര്യം പറ. എന്താന്ന് വെച്ചാ പറ. അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശസ്തനായിട്ടുള്ള ഒരാളായിരുന്നു. ചൂണ്ടുമർമ്മം അറിയാവുന്ന ആളായിരുന്നു എൻ്റെ അച്ഛൻ. ചൂണ്ടുമർമ്മം. അച്ഛന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ ആനയെ ചൂണ്ടുവിരലിൽ നിർത്തുക എന്നുള്ളതായിരുന്നു. നിർത്തിയ അത് ആഗ്രഹം സാധിച്ചില്ല. പക്ഷെ ആന ആ ആഗ്രഹം സാധിച്ചു. എനിക്ക് മനസ്സിലായില്ല അത്. അത് മനസ്സിലായില്ല. ആനയ്ക്ക് ചൂണ്ടുവിരലില്ലല്ലോ. ഇല്ല, പക്ഷെ 2 കൊമ്പുണ്ടല്ലോ. അത് ചൂണ്ടുവിരലാക്കി അച്ഛനെ ഇങ്ങനെ ഇങ്ങനെ നിർത്തി. അടുത്ത ആഴ്ച 1-ാം ചരമവാർഷികമാണ്. അങ്ങനെ സാധിച്ചു. നിങ്ങളുടെ അച്ഛന്റെ കഴിവ് പറഞ്ഞ ഇവിടെ ആളാവാൻ നോക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് പറ. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കഴിവുണ്ടോ? അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്റെ കഴിവ് ഞാൻ കാണിച്ചു തരാം. വായിക്കും ഇങ്ങോട്ട് അമ്മച്ചി. ഹലോ, ചെക്ക് ചെക്ക്. പ്രിയമുള്ളവരെ, യുവമാരുടെ മുമ്പിൽ ഞാൻ എൻ്റെ കഴിവൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. യുവമാരുടെ മുന്നിൽ? പിന്നെ അല്ലാതെ ഞങ്ങൾ ജഡ്ജസ് ആണ്. തൂക്കിക്കൊല്ലുന്നൊന്നും അല്ലല്ലോ. അവിടെ അടങ്ങിയിരി. കുറച്ചേ ഞാൻ കാണിക്കും. കുറച്ച് കാണിക്കും. വൃത്തിയായിരിക്കണം. അത് കേട്ടിട്ട് പറഞ്ഞാൽ മതി. 1-ാം കണ്ടത്തിൽ തഴുത നിരത്തി തകതൈതോം തെയ്തോം താരാം. 1-ാം കണ്ടത്തിൽ തഴുക നിരത്തി തകതൈതോം തെയ്താരാം. 1-ാം കണ്ടത്തിൽ തഴുത നിരത്തി തകതൈതോം തെയ്തോം താരാം. 1-ാം കണ്ടത്തിൽ തഴുത നിരത്തി തകതൈതോം തെയ്തോം താരാം. കൈതപ്പുറമേറി നില്ലടി പെണ്ണേ തകതൈതോം തെയ്തോം താരാം. കഴുകപ്പുറമേറി നില്ലടി പെണ്ണേ തകതൈതോം തെയ്തോം താരാം. കൈതമറിയുമ്പോ പെണ്ണും മറിയും തകതൈതോം തെയ്തോം താരാം. 1-ാം കണ്ടത്തിൽ തഴുക നിരത്തി തകതൈതോം തെയ്തോം താരാം. കൈതമറിയുമ്പോ പെണ്ണും മറിയും തകതൈതോം തെയ്തോം താരാം. കൈതമറിയുമ്പോ പെണ്ണുമറിയും തകതൈതോം തെയ്തോം താരാം. ആടിക്കുഴഞ്ഞു വരവതുമുണ്ടേ തകതൈതോം തെയ്തോം താരാം. ആടിക്കുഴഞ്ഞു വരവതുമുണ്ടേ തകതൈതോം തെയ്തോം താരാം. ആടിക്കുഴഞ്ഞു വരവതുമുണ്ടേ തകതൈതോം തെയ്തോം താരാം. ആടിക്കുഴഞ്ഞു വരവതുണ്ടേ തകതൈതോം തെയ്തോം താരാം. 2-ാം കണ്ടത്തിൽ കൈത നിരത്തി തകതൈതോം തെയ്തോം താരാം. 2-ാം കണ്ടത്തിൽ തഴുക നിരത്തി തകതൈതോം തെയ്തോം താരാം. കൈതപ്പുറമേറി നില്ലടി പെണ്ണേ തകതൈതോം തെയ്തോം താരാം. കഴുകപ്പുറമേ നില്ലടി പെണ്ണേ തകതൈതോം തെയ്തോം താരാം. കൈതമറിയുമ്പോ പെണ്ണും മറിയും തകതൈതോം തെയ്തോം താരാം. കഴുകമറിയുമ്പോ പെണ്ണുമറിയും തകതൈതോം തെയ്തോം താരാം. കൈതമറിയുമ്പോ പെണ്ണും മറിയും തകതൈതോം തെയ്തോം താരാം. കഴുകമറിയുമ്പോ പെണ്ണുമറിയും തകതൈതോം തെയ്തോം താരാം.
അടിപൊളിയേട്ടാ. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. അടിപൊളിയായിരുന്നു, അടിപൊളി, സൂപ്പർ ആയിരുന്നു കേട്ടോ. സൂപ്പർ സൂപ്പർ നന്നായിരുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ക്ഷമിച്ചേക്കാം. അയ്യോ സോറി കേട്ടോ. പറയാൻ കഴിവുണ്ടെന്ന് ഞങ്ങളെ അറിയില്ല. അറിയുന്നില്ലല്ലോ, സംസാരം കേട്ടപ്പോൾ വിചാരിച്ചില്ല ഇത്രയും ഭയങ്കരനാണെന്ന്. നിങ്ങൾ ബംഗാളിൽ നിന്ന് ആൾക്കാരെ ഇറക്കേണ്ട ഒരു നിങ്ങൾ കാര്യം മതിയല്ലോ. നിങ്ങൾ മതി. പക്ഷേ എന്റെ പൈസയും അല്ലെങ്കിൽ കാറും അയ്യോ കാർ ഇപ്പൊ തരാൻ അതാ കമ്പനിക്കാരോട് ചോദിക്കണം. ഞാൻ എന്ത് ചെയ്യാനാ ചേട്ടാ? എന്താ കമ്പനി? ഒരു കമ്പനിയില്ലല്ലോ, ഒരു കമ്പനിയും വേണ്ട. എന്നെ പറ്റിച്ചല്ലേ? അല്ല ഞാൻ കാർ അല്ലെങ്കിൽ കാശ്. ചേട്ടാ ഇപ്പൊ ഞാൻ എന്റെ കഴിവ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കഴിവ് ഏകദേശം. കഴിവ് മനസ്സിലായി, കഴിവ് മനസ്സിലായി. അപ്പൊ ഇനി എന്റെ ബുദ്ധിയുടെ ഞാൻ തെളിയിച്ചിട്ട് പോകാൻ പോകും. അതെ അശ്വതി, എന്തോ ഇതിപ്പോ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് എങ്ങനെയെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഷൂട്ട് നടക്കണ്ടേ? അഡ്ജസ്റ്റ്മെന്റ് ഒന്നും നടക്കില്ല. അല്ല ചേട്ടാ അഡ്ജസ്റ്റ് നടക്കില്ല. അല്ല കാശ് അല്ലെങ്കിൽ ചേട്ടാ. അതെ എന്താ നമുക്ക് settle ചെയ്യാം. സെറ്റിൽ ഒന്നും വേണ്ട. സെറ്റിൽ വേണ്ട, കാർ അല്ലെങ്കിൽ കാശ്. ചേട്ടാ സെറ്റിൽ നിന്ന് ഉദ്ദേശിക്കണ കാശ് മേടിച്ച് തരാന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത്. എന്നോടോ? അല്ല ചേട്ടാ സത്യം പറഞ്ഞ ഞാൻ ആ പരസ്യത്തിൽ പോയി ഒന്ന് അഭിനയിച്ചു ഇതൊക്കെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആ അഭിനയം എന്റെ അടുക്കേ വേണ്ട. ആ അഭിനയം കൈവച്ചാൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യമൊക്കെ പുച്ഛിച്ചെങ്കിൽ നല്ല ഉഗ്ര ഒരു കലാകാരനാണ് അയാൾ. അതെ. അതുകൊണ്ട് അയാളുടെ സൈഡ് ഞാൻ നിൽക്കത്തുള്ളൂ. അതാണ് മനസ്സിലായില്ലേ? അല്ല ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ട? പൈസ കൊടുക്കും. പൈസ ചേട്ടന് ഇപ്പൊ എത്ര രൂപ വേണം? 16 16 ലക്ഷം. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് പോയേട്ടാ. 16 ലക്ഷം എന്ന് ആര് പറഞ്ഞു? പിന്നെ അല്ലേ ആ മുളകുകളുടെ കാശ് എനിക്ക് തരണം. ഒരു കവർ മുളകുകളുടെ കാശ് എനിക്ക് തരണമെന്ന്. എത്ര രൂപ? 16 രൂപ. 16 രൂപയോ? ആ ചേട്ടാ ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല. ആരെങ്കിലും തൽക്കാലത്തേക്ക് ഒന്ന് കൊടുക്കുവാണെങ്കിൽ 16 രൂപ. 16 ഏ? 16 രൂപ ഞാൻ തരാം. അല്ല ഈ കുട്ടിയല്ലേ തരണത്. നിങ്ങൾ ഞാൻ കൊടുത്തോളാം. പുള്ളിക്ക് ഞാൻ കൊടുത്തോളാം. ഇത്തിരി മാന്യത ഉള്ളവരാട്ടോ. 20 രൂപയുണ്ട്. അയ്യോ ചില്ലറയില്ല. അത് കുഴപ്പമില്ല. 4 രൂപ വെച്ചോ. ബാക്കി ആണോ? ഇന്ന് ആരെയാണോ കണി കണ്ടത്? അപ്പൊ ആ താക്കോല് ഞാൻ തരാം അതിന്. ഇതാകെ ആടെ നടക്കുന്നു. എടാ താക്കോല്. അവനെ പാട്ടുപാടി ഇപ്പൊ എന്റെ കഴിവ് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ ഈ കാശ് ഞാൻ മേടിച്ചെടുത്തപ്പോഴേ ഇപ്പൊ എന്റെ ബുദ്ധി കൂടെ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴാണ് നിനക്ക് ബുദ്ധി വരുന്നത്. 16 ലക്ഷത്തിന്റെ കാറ് തന്നിട്ട് 16 രൂപ മേടിച്ച് മിടുക്കൻ. ഉഗ്രം ബുദ്ധിയാണ് കേട്ടോ. താങ്ക് യു. കളയരുത് ബുദ്ധി. ഞാനങ്ങോട്ട് കൊള്ളരുത് കേട്ടോ. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ചിരിയുമായി നമ്മൾ കണ്ടുമുട്ടും വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ.